വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ വരുന്ന ഒരു മെസ്സേജാണ്, HSA ഫിസിക്കൽ സയൻസിന് വേക്കൻസി ഉണ്ടോ. കുറെ അധികം ഉദ്യോഗാർത്ഥികൾ പഠിക്കാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം അവർക്ക് കൃത്യമായി വേക്കൻസികളുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി, നിലവിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട വേക്കൻസിയും അതുപോലെ തന്നെ വരാൻ സാധ്യത ഉള്ള വേക്കൻസിയുടെ ഒരു കണക്ക് കൂട്ടലുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മുടെ നിലവിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകർക്കായിട്ട് എയ്ഡഡ് സ്കൂളിലും CBSE സ്കൂളിലും അൺഎയ്ഡഡ് സ്കൂളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലും ഡെയിലി വേജ് ആയിട്ട് പോകുന്ന അധ്യാപകർക്കുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുന്ന പുതിയൊരു HSA ബാച്ചിനെ കുറിച്ച് ഞാൻ അതിനു മുമ്പൊന്ന് സംസാരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 7-ാം തീയതി കോമ്പറ്റീറ്റീവ് ക്രാക്കർ കോംപ്രഹെൻസീവ് ആയിട്ട് 2 മാസക്കാലം കൊണ്ട് HSAകളുടെ സിലബസ് തീർക്കുന്ന, അത് ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഏത് കോഴ്സും ആയിക്കോട്ടെ, ഏത് HSAയും ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം സിലബസ് പൂർത്തിയാക്കുന്ന പ്രത്യേകിച്ചും ഒരു ടീച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാച്ച് ഏപ്രിൽ 7-ാം തീയതി തുടങ്ങുകയാണ്. ഈ ബാച്ചിൽ HSA ഫിസിക്കൽ സയൻസിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാനത് ഉറപ്പ് നൽകുകയാണ്. ഇനി നമുക്ക് നമ്മുടെ വേക്കൻസിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് HSA ഫിസിക്കൽ സയൻസിന് ലിസ്റ്റ് ഇല്ല എന്നത് വളരെയധികം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ, ഈ അക്കാഡമിക് ഇയർ അല്ല, ഇത് 2024-25 2023-24 പല ജില്ലകളിലെയും HSA ഫിസിക്കൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റ് തീർന്നിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നിലവിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റിൽ ഓരോ അധ്യയന വർഷം അവസാനിക്കുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ 2024 മെയ് മാസം അപ്ഡേറ്റ് ചെയ്ത വേക്കൻസികളുടെ എണ്ണവുമായിട്ടാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം, 2025 മെയ് മാസമാണ്. ഇനി ഈ ഒരു വർഷത്തെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഈ മാർച്ചിൽ റിട്ടയർമെന്റ് നടക്കാനുണ്ട്, അതുപോലെ തന്നെ മെയ്യിൽ റിട്ടയർമെന്റ് നടക്കാനുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബറിൽ പ്രൊമോഷൻ നടന്നിട്ടുണ്ട്. ഇത്രയും പ്രോസസ്സുകൾക്ക് ശേഷമുള്ള വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. HSA ഫിസിക്കൽ സയൻസിന് 259 വേക്കൻസിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം വരും, ഇത് ഇൻട്രാ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനല്ലേ എന്ന്, അതായത് ഒരു ജില്ലയ്ക്കകത്തുള്ള ട്രാൻസ്ഫറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതല്ലേ എന്ന്. തീർച്ചയായിട്ടും ഓരോ വർഷാന്ത്യവും റിട്ടയർമെന്റ് നടക്കുന്ന വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫറിന് വേണ്ടി മാറ്റിവെക്കുന്നത് അതത് ജില്ലകളിൽ. ആ ട്രാൻസ്ഫറിന് വേണ്ടി മാറ്റിവെച്ചാലും ആ ജില്ലയിലെ നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും, അതിൽ വ്യത്യാസമില്ല. നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറുമെന്നേ ഉള്ളൂ. ആ വേക്കൻസി എന്ത് ചെയ്യും, അത് വേക്കൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും, DD ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കേ, 259 വേക്കൻസിയാണ്. റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, പരീക്ഷ നടന്നിട്ടില്ല, പരീക്ഷയുടെ ഡേറ്റ് പോലും തീരുമാനിച്ചിട്ടില്ല. അപ്പോഴും നമുക്ക് എന്താണ്, എ ഹ്യൂജ് എമൗണ്ട് ഓഫ് വേക്കൻസി, 259. ഇനി നോക്കാം, നമുക്ക് ഓരോ ജില്ല തിരിച്ചുള്ള വേക്കൻസികളും അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരത്ത് നിലവിൽ ഉള്ള വേക്കൻസി 29. അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയേക്കുന്നത് 103. അതായത് നേരത്തെ അഡ്വൈസ് ആയതിന്റെ 1/3 പരീക്ഷ നടക്കുന്നതിന് മുമ്പ് ആ ജില്ലയിൽ നിലവിലുണ്ട് എന്ന കാര്യമാണ് ഇവിടെ നാം ഓർക്കേണ്ടത്. അത് തിരുവനന്തപുരത്ത് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോൺഫിഡൻസ് കൂട്ടേണ്ട സമയമാണ്. കാരണം കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർക്ക് അവിടുത്തെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു ജില്ലയാണ് തിരുവനന്തപുരം. അതേസമയം കൊല്ലം നോക്കിക്കേ, കൊല്ലത്ത് നിലവിൽ 4, കഴിഞ്ഞ പ്രീവിയസ് അഡ്വൈസിൽ 80 എണ്ണം പോയിട്ടുണ്ട്. കൊല്ലത്ത് നിലവിൽ 4. പത്തനംതിട്ടയിലേക്ക് വരാം. പത്തനംതിട്ട മധ്യ കേരളമാണ്. സാധാരണഗതിയിൽ അധ്യാപക നിയമനങ്ങൾ തീരെ കുറവ് നടക്കുന്ന മേഖലയാണ് മധ്യ കേരളം. പത്തനംതിട്ടയിലെ പ്രീവിയസ് അഡ്വൈസിൽ 19 പോയേക്കുന്നത്. അതായത് 3 വർഷം കൊണ്ട് അഡ്വൈസിൽ 19 പോയേക്കുന്നത്. അതേസമയം ഇപ്പോൾ 6 എണ്ണമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തിന്റെ അതേ കാര്യം പറഞ്ഞതുപോലെ എന്താണ്, പരീക്ഷ നടക്കുന്നതിന് മുമ്പ് ഏകദേശം 1/3 വേക്കൻസി അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴയിലും എന്താണ്, ഏകദേശം 4/1 വേക്കൻസി
പരീക്ഷ നടന്നിട്ടില്ല. പക്ഷെ 4/1 വേക്കൻസി നിലവിൽ ആ ജില്ലയിൽ ക്രിയേറ്റഡ് ആണ്. ഇത് ഓർക്കണം, 2024 ഒക്ടോബറിൽ വന്ന പ്രമോഷൻ ഇവിടെ കണക്കിലെടുത്തിട്ടില്ല, വരാൻ പോകുന്ന റിട്ടയർമെന്റ് കണക്കിലെടുത്തിട്ടില്ല. ഇനി കോട്ടയമാണ്. കോട്ടയം കഴിഞ്ഞ തവണ ഏറ്റവും മോശം നിയമനം നടന്ന ഒരു ജില്ല, എന്റെ സ്വന്തം ജില്ലയാണ്. ആ ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് 11 ഇവിടെ നോക്കിക്കേ 7 കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ അഡ്വൈസിന്റെ പകുതിയിലധികം ഇത്തവണ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് PSC വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു ശുഭ സൂചനയാണ്. ഇനി നോക്കാം, ഇടുക്കിയാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ 30 അഡ്വൈസ് ആണ് പോയത്. പക്ഷേ ഇത്തവണ അത് കുറച്ച് നിരാശയുണ്ട്. എങ്കിലും കഴിഞ്ഞ തവണത്തെ നമ്മുടെ പ്രമോഷൻ കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള വേക്കൻസീസും കൂടെ വരുമ്പം അതിൽ കാര്യമായ മാറ്റം വരും. അടുത്തത് എറണാകുളമാണ്. എറണാകുളത്ത് പ്രീവിയസ് അഡ്വൈസ് 16 പോയേക്കുന്നത്. ഇപ്പോഴുള്ള വേക്കൻസി നോക്കിക്കുക 12. അതുപോലെ തന്നെ എറണാകുളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ PSCയുടെ വെബ്സൈറ്റിൽ വേക്കൻസികൾ അപ്ഡേറ്റ് ആകാൻ തുടങ്ങിയ ആദ്യത്തെ ജില്ല കൂടിയാണ് എറണാകുളം. ഏകദേശം 8 വേക്കൻസീസ് നിലവിൽ എറണാകുളത്തിന്റെ വേക്കൻസി PSCയുടെ വെബ്സൈറ്റിൽ HSA ഫിസിക്കൽ സയൻസിന്റെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 66 പ്രീവിയസ് അഡ്വൈസ്, നിലവിൽ 13. അത് കുത്തനെ ഉയരും. അടുത്തത് പാലക്കാടാണ്. വൺ ഓഫ് ദ ഷൈനിങ് ആയിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. HSA ഫിസിക്കൽ സയൻസ് ആസ്പിറൻസ് അത്യാവശ്യം എന്ത് ചെയ്തു, മറ്റ് ജില്ലകളിൽ നിന്ന് ചെന്ന് എഴുതാൻ സാധ്യതയുള്ള ജില്ലയാണ് പാലക്കാട്. പ്രീവിയസ് അഡ്വൈസ് 89. നിലവിലുള്ള വേക്കൻസി സ്റ്റാറ്റസ് 33. ഏകദേശം 40% മുൻ അഡ്വൈസിനെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഏകദേശം 40% വേക്കൻസി ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി പരീക്ഷ നടക്കാനുണ്ട്. പരീക്ഷ നടന്നു കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഉള്ള 3 വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്പറിലെല്ലാം വലിയ വ്യത്യാസം വരും. അടുത്തത് മലപ്പുറം. ഏറ്റവും അധികം അധ്യാപകരെ നിയമിക്കുന്ന ജില്ലയാണ്. ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ജില്ലയാണ് മലപ്പുറം. മലപ്പുറം നോക്കിക്കേ, കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് 240. നിലവിൽ 54 ഉള്ളൂ. അതിൽ വലിയ മാറ്റം വരും. കാരണം വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്ന ജില്ലകളിലൊന്ന് മലപ്പുറം തന്നെയാണ്. ഇനി അടുത്ത ജില്ല നമുക്ക് നോക്കാം, കോഴിക്കോടാണ്. നമ്മൾ മലബാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പ്രീവിയസ് അഡ്വൈസ് സെഞ്ചുറി ആയിരുന്നു, 100. ഇത്തവണ വേക്കൻസി 22 ഉള്ളൂ. അത് കുത്തനെ ഉയരും. ഇനി അടുത്തത് വയനാടാണ്. 47 വയനാട്, അത് 20. നോക്കണം, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, പരീക്ഷ നടന്നിട്ടില്ല. അടുത്തത് കണ്ണൂര് 76 പ്രീവിയസ്, ഇപ്പോൾ 12. കാസർഗോഡ് 73, 44. കാസർഗോഡൊക്കെ വ്യക്തമായിട്ട് നോക്കുക, കഴിഞ്ഞ തവണ 73 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് അതിന്റെ പകുതിയിലധികം വേക്കൻസീസ്, പരീക്ഷ നടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും പകുതിയിലധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത ഏക ജില്ലയാണ് കാസർഗോഡ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും കാസർഗോഡ് നിന്ന് കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇനി നമ്മൾ നിലവിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടതും ആയ വേക്കൻസീസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് വരാൻ പോകുന്ന വേക്കൻസികൾ ഏതൊക്കെയാണ്? കഴിഞ്ഞ ദിവസം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകരുടെ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് പുറപ്പെടുവിപ്പിച്ചായിരുന്നു. 738 പേജുള്ള അധ്യാപകരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഏകദേശം 1 പേജ് മാത്രം ഞാനിവിടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. നോക്കുക, ഇത് ഏകദേശം 2004 ജോയിൻ ചെയ്ത അധ്യാപകരുടെ പട്ടികയാണ് ഈ പേജിൽ കാണുന്നത്. ഏകദേശം സീരിയൽ നമ്പർ 528 തൊട്ട് 545 വരെ. ഇവിടെ വിവിധ വിഷയങ്ങളുണ്ട്. ഫിസിക്കൽ സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ 3 വിഷയങ്ങളിലെ അധ്യാപകർ ഈ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപകരെ ഒറ്റ സീനിയോറിറ്റി ലിസ്റ്റാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. ഒറ്റ സീനിയോറിറ്റി ലിസ്റ്റിലായിട്ടാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഒരു അധ്യാപിക, അവര് 2004 ജൂൺ 8 സർവീസിൽ കയറിയത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1970 ആണ്. 1970 മെയ് ആണ്. സ്വാഭാവികമായിട്ടും എന്താണ്, വരുന്ന 2 വർഷങ്ങൾക്കുള്ളിൽ അവര് റിട്ടയർ ചെയ്യും. ഇത് 2025 മെയ് ആണ്. അടുത്ത മെയ്യിൽ അവർ റിട്ടയർ ചെയ്യും. ഇനി അടുത്തത് അവരുടെ ഹോം ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് എറണാകുളമാണ്. നിലവിൽ 12 വേക്കൻസിയുള്ള എറണാകുളമാണ് അവരുടെ ഹോം ഡിസ്ട്രിക്ട്. അടുത്ത ഒരു അധ്യാപിക, അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് 2004 7 ജൂൺ ആണ്.
അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1972 സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും, 2028 കൂടി അവരും റിട്ടയർ ചെയ്യും. ഇനി അടുത്ത അധ്യാപിക അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1971 2004 അവർ സർവീസിൽ കയറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 2027 അവരും റിട്ടയർ ചെയ്യും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1970 പരമാവധി 1975 ഇടയിലുള്ള അധ്യാപകരാണ് കൂടുതലും. അതെ, ഈ ഒരു കുറച്ചു കാലം ഈ ലിസ്റ്റിൽ ഏകദേശം ഒരു അധ്യാപകനൊഴിച്ച് ബാക്കി എല്ലാവരും റിട്ടയർ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത്, വരുന്ന റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ള സമയത്തായിരിക്കും. അപ്പോൾ ഈ ഇത്രയും വേക്കൻസികളുണ്ട്, ഇനി വരാൻ പോകുന്ന വേക്കൻസികൾ അതൊരു സൂചന മാത്രമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, BEd പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മളോട് ജനറൽ പേപ്പർ പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പിന് പോയിട്ടുള്ള സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ അവിടുത്തെ ടീച്ചർമാരും നമ്മളോട് പറയും, പഠിച്ചോ, നിങ്ങൾ HSIക്ക് പഠിച്ചോ അല്ലെങ്കിൽ UPSIക്ക് പഠിച്ചോ, 2027 വളരെയധികം വേക്കൻസികൾ വരാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് നമ്മളൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. പക്ഷേ ഈ 738 പേജുള്ള ഡാറ്റ കണ്ടപ്പോൾ നമുക്കത് എന്താണ്, അന്ന് അവർ പറഞ്ഞ കാര്യം വളരെയധികം സത്യമാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി പറയുകയാണ്, ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു ടീച്ചർ ഫ്രണ്ട്ലി കോഴ്സുമായിട്ട് നമ്മുടെ എയ്ഡഡ് സ്കൂളിലും അതുപോലെ തന്നെ എന്താണ് അൺഎയ്ഡഡിലും അതുപോലെ ഗവൺമെന്റ് സ്കൂളിൽ ഡെയിലി വേജ് ആയിട്ട് പോകുന്ന അധ്യാപകർക്കുമായിട്ട് എല്ലാം, അതുപോലെ തന്നെ മറ്റ് ഇതുവരെ ജോയിൻ ചെയ്യാത്ത എല്ലാവർക്കും ആയിട്ട് ഒരു പുതിയ ബാച്ച് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ നമ്പറുകളും ലിങ്കുകളും എല്ലാം ഈ വീഡിയോയുടെ കമന്റ് പാർട്ടിൽ കാണാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻക്വയറി ചെയ്യുക, ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഫിസിക്കൽ സയൻസിൽ എന്തായാലും നിങ്ങളുടെ കൂടെയുള്ള യാത്രയിൽ ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്